അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇക്ര ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 2025 ജനുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 അറബിക് പെഡഗോഗി ചോദ്യ പേപ്പർ അവലോകനമാണ്. നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ നിന്ന് ആദ്യത്തെ 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ അത് കാണാവുന്നതാണ്. ഇനി നമുക്ക് 136 മുതലുള്ള ചോദ്യങ്ങളാണ് വായിക്കാനുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ അത്തക്കുമുൽ ഖാത്യ, തെറ്റായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇവിടെ ചില പദങ്ങൾ കൊടുത്തിരിക്കുന്നു, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റായി വന്നിരിക്കുന്നത് ഏതാണ് എന്നാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ ദിറാസത്തു തഷാറുക്കിയ, കൊളോബറേറ്റീവ് ലേണിംഗ്. അത് കറക്റ്റ് തന്നെയാണ്. ദിറാസത്തു തഷാറുക്കിയ എന്ന് പറഞ്ഞാൽ കൊളോബറേറ്റീവ് ലേണിംഗ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിറാസത്തു തആവുനിയ ഉണ്ട്. ദിറാസത്തു തആവുനിയ എന്ന് പറഞ്ഞാൽ കോ ഓപ്പറേറ്റീവ് ലേണിംഗ് ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും മാറാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഓപ്ഷൻ ബി സക്കാല എന്ന് പറഞ്ഞാൽ സ്കഫോൾഡിങ്. നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടെല്ലാം പഠിച്ചിട്ടുള്ളൊരു ടേമാണിതില്ലേ. അതല്ല നമ്മൾ വിശദമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ പഠിക്കുന്നതാണ്. ഓപ്ഷൻ സി നളീരിയത്തുൽ ബന്നായിയ. നളീരിയത്തുൽ ബന്നായിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നളീരിയത്തുൽ ബന്നായിയ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസാണ്. കൺസ്ട്രക്റ്റിവിസം തിയറിക്കാണ് നളീരിയത്തുൽ ബന്നായിയ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആകുമ്പോൾ എന്താവണം? നളീരിയത്തുൽ ബന്നായിയ അൽ ഇജ്തിമാഇയ എന്നുകൂടെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ശരിയാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ളൊരു ചോദ്യങ്ങൾ കാണുമ്പോൾ നളീരിയത്തുൽ ബന്നായിയ നമുക്കറിയാം കൺസ്ട്രക്റ്റിവിസം ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റിവിസം എന്ന് കാണുമ്പോഴേക്കിന് നമ്മൾ ഉത്തരം ബബിൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് വായിക്കണം. നളീരിയത്തുൽ ബന്നായിയ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസം ശരിയാണ്. എന്നാൽ നളീരിയത്തുൽ ബന്നായിയ അൽ ഇജ്തിമാഇയ എന്ന് കൂടി ആകുമ്പോഴാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ ശരിയാവുകയുള്ളൂ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓക്കെ. ഓപ്ഷൻ ഡി നളീരിയത്തുൽ മഅരിഫിയ, കോഗ്നിറ്റീവ് തിയറി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷന് സി ആണ്. 137ാമത്തെ ക്വസ്റ്റ്യൻ, വജത്ത അഖ്താഉൻ ലുഗവിയ ഫി മൻതൂജാതി തുല്ലാബിക കൈഫ തുആലിജു ഹാദിഹിൽ അഖ്താ. വജത്തനി കണ്ടു, അഖ്താഉൻ ലുഗവിയ ഭാഷാപരമായിട്ടുള്ളൊരു തെറ്റ്, ഫി മൻതൂജാതി തുല്ലാബിക നിൻ്റെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളൊരു വർക്കിൽ ഭാഷാപരമായിട്ടുള്ള ഒരു തെറ്റ് നീ കണ്ടു. കൈഫ തുആലിജു ഹാദിഹിൽ അഖ്താ, ഈ തെറ്റിനെ എങ്ങനെയായിരിക്കും പരിഹരിക്കുക? അപ്പോൾ നമ്മുടെ കുട്ടികൾ ചെയ്ത ഒരു വർക്കിൽ ഭാഷാപരമായിട്ടുള്ള ഒരു തെറ്റ് നമ്മൾ കണ്ടെത്തിയാൽ ആ തെറ്റ് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ വായിച്ച് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷന് അക്തുബു അൽ ജുംല സഹീഹ മഅൽ ഇഷാറത്തി ഇലൽ ഖത്ത. അക്തുബു അൽ ജുംല സഹീഹ, ആ ജുംല ഞാൻ ശരിയായി എഴുതും. മഅൽ ഇഷാറത്തി ഇലൽ ഖത്ത, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ശരിയായ ജുംല ഞാൻ എന്ത് ചെയ്യും? എഴുതും. അതാണ് ഒന്നാമത്തെ ഓപ്ഷന്. ഓപ്ഷൻ ബി അലഉ അലാമൽ ഖത്ത ബി ജിവാരി ജുംല ഖാത്തിഅ, അവരെഴുതിയിട്ടുള്ള തെറ്റായിട്ടുള്ള ആ ഒരു ഭാഗത്ത് തെറ്റിൻ്റെ ഒരു അലാമത്ത്, ഒരു അടയാളം ഞാൻ എന്ത് ചെയ്യും? അവിടെ നൽകും. അതായത് ജസ്റ്റ് എന്ത് ചെയ്യും? അവർ തെറ്റിയത് എന്താണ് എന്ന് നോക്കിയിട്ട് ആ തെറ്റെന്താണ്, ജസ്റ്റ് എന്താണ് തെറ്റ് എന്നുള്ള രൂപത്തിലുള്ളൊരു അലാമത്ത്, അതിനൊരു റോങ് എന്നുള്ള ഒരു സിമ്പല് അവിടെ കൊടുക്കും. ഓപ്ഷൻ സി അത്റുകുഹും ബിദൂന തസ്ഹീഹ്, അവർ തെറ്റ് ചെയ്തതൊന്നും പരിഗണിക്കാതെ ഞാൻ എന്ത് ചെയ്യും? അത് അതേപോലെ നെവർ മൈൻഡ് ആക്കിയിട്ട് എന്ത് ചെയ്യും? ഞാനത് വിടും. അത്റുകുഹും
ബിദൂന തസ്ഹീ, ആ തെറ്റ് ശരിയാക്കാതെ ഞാൻ എന്ത് ചെയ്യും, അതേപോലെ തന്നെ അവരെ വിട്ടുകളയും. ഓപ്ഷൻ ഡി അക്തുബുൽ ജുംല നമൂദജിയ, ഞാൻ എന്ത് ചെയ്യും, ഒരു മോഡൽ സെൻറ്റൻസ് എഴുതും. അതായത് മുമ്പ് കൊടുത്തിട്ടുള്ള ആ സെൻറ്റൻസിലാണ് അവർക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനോട് സാമ്യമായിട്ടുള്ള രൂപത്തിലുള്ള വേറൊരു സെൻറ്റൻസ് ഞാൻ എന്ത് ചെയ്യും, എഴുതും. വഅത്ലുബു മിൻഹും അൽ മുഖാറന, എന്നിട്ട് അവരെഴുതിയതും ഇപ്പോൾ ഞാൻ എഴുതിയതും തമ്മിൽ എന്ത് ചെയ്യും, ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടും. തസ്ഹീ വയർ മുബാഷറ, എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ തെറ്റിനെ ഇൻഡയറക്റ്റായിട്ട്, ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ആ തെറ്റിനെ ഞാൻ എന്ത് ചെയ്യും, ശരിയാക്കി കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്താണ്, അവർക്ക് ആദ്യം കൊടുത്തിട്ടുള്ള ആ ഭാഷാ പ്രോബ്ലം അതിനോട് സമാനമായിട്ടുള്ള ഒരു ശരിയായ രൂപത്തിൽ എഴുതുന്നത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, അവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മൾ എഴുതിയതിൽ വന്നിട്ടുള്ള തെറ്റ് എന്താണെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവരിലൂടെ തന്നെ അവർ തന്നെ എന്താണ് സ്വയം ആ തെറ്റിനെ തിരുത്തുന്ന രൂപത്തിൽ ഉള്ളൊരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു മോഡൽ സെൻറ്റൻസ് എഴുതിയിട്ട് എന്നിട്ട് അവരോട് നിങ്ങൾ എഴുതിയതും ഇതുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യും, അവരുടെ തെറ്റിന് ഞാൻ തിരുത്തും. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? വളരെ സിമ്പിളാണല്ലേ. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷന് ഡി ആണ്. അതാണ് കറക്റ്റ് ആൻസർ. 138ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ മുവാസഫ അത്തഖ്വീം അൽ മുസ്തമിർ. അത്തഖ്വീം അൽ മുസ്തമിർ എന്താണ്? നമുക്കറിയാം അല്ലേ, CC കണ്ടിന്യൂസ് ഇവാലുവേഷൻ, തുടർ മൂല്യനിർണ്ണയം അല്ലേ. അപ്പോൾ തുടർ മൂല്യനിർണ്ണയത്തിൻ്റെ സവിശേഷത ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂല്യനിർണ്ണയത്തിൻ്റെ സവിശേഷത എന്താണ്? ഓപ്ഷൻ എ അമലിയ മുസ്തഖില്ല അനി തദ്രീസ്, അത് ടീച്ചിങ്ങിൽ നിന്ന് സ്വതന്ത്രമായ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ടീച്ചിങ്ങുമായിട്ടൊന്നൊരു കാര്യമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു സ്വതന്ത്രമായിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്ത്, ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി അമലിയ തതസായറു മഅ തദ്രീസ്, ടീച്ചിങ്ങിൻ്റെ കൂടെ നടക്കുന്ന പ്രോസസ്സാണ്, ടീച്ചിങ്ങിൻ്റെ ഒപ്പം തന്നെ നടന്നു പോകേണ്ട ഒരു പ്രോസസ്സാണ് എന്ത്, മൂല്യനിർണ്ണയം. ഓപ്ഷൻ സി അമലിയ തജ്രി ഫി നിഹായത്തിൽ ഫസ്ലി ദിറാസി, അത് ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൻ്റെ അവസാനം നടക്കേണ്ട ഒരു ഇവാലുവേഷനാണ്. ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇയർലി എക്സാം അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൻ്റെ അവസാനം നടക്കുന്ന എക്സാം. ഇതേപോലെ ഒരു ഒരു പഠന പ്രോസസ്സിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഇവാലുവേഷനാണ്. ഓപ്ഷൻ ഡി അമലിയ തഖ്തസിറു അലൽ ഇഖ്തിബാറാത്തി തഹരീരിയ, എഴുത്തു പരീക്ഷകളിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അമലിയത്തുൻ അതൊരു പ്രോസസ്സാണ്, തഖ്തസിറു അതിനെ ചുരുക്കിയിട്ടുണ്ട്, അലൽ ഇഖ്തിബാറാത്തി തഹരീരിയ, തഹരീരിയ എന്ന് പറയുമ്പോൾ എഴുത്തു പരീക്ഷകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. കാരണം CC എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് എഴുത്ത് പരീക്ഷ മാത്രമല്ല, അത് നമ്മൾ ക്ലാസ്സിനിടയ്ക്ക് നടത്തുന്ന ചോദ്യങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് കൊടുക്കുന്ന ഒരു മാർക്കാണ് എന്ത്, ഈ സി മാർക്ക് എന്ന് പറയുന്നതില്ലേ. അപ്പോൾ എന്താണ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷന് ബി ആണ് അല്ലേ. അമലിയ തതസായറു മഅ തദ്രീസ്, ടീച്ചിങ്ങിൻ്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, അത്തഖ്വീമുൽ മുസ്തമിർ. 139ാമത്തെ ക്വസ്റ്റ്യൻ, ലൈസ മിൻ മുവാസഫാത്തി തുർക്ക് തദ്രീസിൽ ഹദീസ്, ആധുനിക ടീച്ചിങ് മെത്തേഡിൻ്റെ സവിശേഷതയിൽ പെടാത്തത്. ആധുനിക ടീച്ചിങ് മെത്തേഡിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മുറക്കസ അലൽ മുഹ്തവിയാത്ത്, അത് കണ്ടൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അതായത് കണ്ടൻറ്റിനെ ഉള്ളടക്കത്തെ ബേസ് ചെയ്തുകൊണ്ട് ആ ഉള്ളടക്കം പഠിപ്പിച്ചു പോകുന്ന ഒരു സിസ്റ്റമാണത്. ഓപ്ഷൻ ബി അൽ അദവാത്ത്
വൽ വസായിൽ മുതഅദ്ദിദ. ആധുനിക ടീച്ചിങ് മെത്തേഡിൽ ഒരുപാട് ടീച്ചിങ് ടൂൾസുകളും അതേപോലെ തന്നെ മൾട്ടിമീഡിയക്ക് ഉപയോഗിച്ചുകൊണ്ട് അത്തരം കുട്ടികളിലേക്ക് പഠനത്തെ കൂടുതൽ എളുപ്പമാക്കുവാനും അവരിലേക്ക് കാര്യങ്ങൾ കൂടുതൽ എത്തിക്കാനും ആവശ്യമായിട്ടുള്ള ടീച്ചിങ് ഉപകരണങ്ങൾ മൾട്ടിമീഡിയ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ടീച്ചിങ് മെത്തേഡാണ് ആധുനിക ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി മുറക്കസ അലൽ കിഫാഅത്തി വൽ മഹാറാത്ത്. എന്താണ് പറഞ്ഞത്? കുട്ടികളുടെ കഴിവുകളും സ്കില്ലും ആ രണ്ട് കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ടീച്ചിങ് മെത്തേഡാണ്. ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? അതായത് ആധുനിക ടീച്ചിങ് മെത്തേഡിൻ്റെ സവിശേഷതയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഒക്കെ അതിൻ്റെ സവിശേഷതയാണ് അല്ലേ? അതായത് കുട്ടികൾക്ക് വേണ്ടത്ര കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടി ഒരുപാട് ടൂൾസുകളും അതേപോലെ തന്നെ മൾട്ടിമീഡിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ടീച്ചിങ് ആണെന്ന് നടക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികളുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള അത്തരം വിദ്യാഭ്യാസമാണ് നൽകുന്നത്. അതല്ലാതെ ജസ്റ്റ് ഒരു മനഃപ്പാഠമാക്കുന്ന ഒരു സിസ്റ്റം ഒന്നും അല്ല എന്നുള്ളത് അല്ലേ? പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആൻസർ എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് ഏതാണ്? ഓപ്ഷൻ എ ആണ്. മുറക്കസ അലൽ മുഹ്തവിയാത്ത്. ഉള്ളടക്കത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എന്താണോ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അത് അതേപോലെ തന്നെ പഠിച്ചു പോകുന്നൊരു സിസ്റ്റം അല്ല, മറിച്ച് അതിനപ്പുറം അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടൊക്കെയുള്ള പഠന രീതികളാണെന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്, മുറക്കസ അലൽ മുഹ്തവിയാത്ത്. പിന്നെ 140ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ മിനൽ ആത്തിയ റുവാദിൻ നദിരിയത്തിൽ ബന്നായിയ. നദിരിയത്തിൽ ബന്നായിയ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കൺസ്ട്രക്റ്റിവിസം തിയറിയിലെ. കൺസ്ട്രക്റ്റിവിസം തിയറിയുടെ പ്രയോക്താക്കളിൽ പെട്ടത് ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺസ്ട്രക്റ്റിവിസം തിയറിയുമായി ബന്ധപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹം ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഡി മുതൽ വായിക്കാം. ഡി, തോണ്ടേക്ക്. തോണ്ടേക്ക് ഏതിൻ്റെ ആളാണ്? തോണ്ടേക്ക് ബിഹേവിയറിസത്തിൻ്റെ ആളാണ് അല്ലേ? നദിരിയത്ത് സുലൂക്കിയ, ബിഹേവിയറിസത്തിൻ്റെ ആളാണ് തോണ്ടേക്ക്. സ്കിന്നറും ആരാണ്? ബിഹേവിയറിസത്തിൻ്റെ ആളാണ്. പാവ്ലോ, ഓപ്ഷൻ ബി, പാവ്ലോവും ആരാണ്? നദിരിയത്ത് സുലൂക്കിയ, ബിഹേവിയറിസത്തിൻ്റെ ആളാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ നോം ചോംസ്കി, അദ്ദേഹമാണ് ആര്? കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രയോക്താവായി ഈ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബാക്കി 3 പേരും ബിഹേവിയറിസത്തിൻ്റെ നദിരിയത്ത് സുലൂക്കിയയുടെ പ്രയോക്താക്കളാണ്. 141 ലൈസ മിൻ മുവാസഫാത്തി അൽ അസ്ഇലത്തിൽ ജയ്യിദ. ഒരു നല്ല ചോദ്യത്തിൻ്റെ സവിശേഷതയിൽ പെടാത്തത്, നല്ലൊരു ക്വസ്റ്റ്യൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനും എന്തുണ്ട്? അതൊക്കെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അല്ലേ? പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം നല്ല ചോദ്യമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഇങ്ങനെയാണ് എങ്കിൽ. അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മുവാഫക്ക ബിൽ അഗ്റാദി ദിറാസിയ. അത് പഠന ലക്ഷ്യങ്ങളോട് യോജിക്കുന്നതായിരിക്കണം. പഠന ലക്ഷ്യങ്ങളോട് യോജിക്കുന്നതായിരിക്കണം. അത് ശരിയാണല്ലേ? കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് യോജിക്കുന്ന, അവർക്ക് ആ ഒരു പാഠഭാഗത്തിന് എന്തെല്ലാം കിട്ടണം അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ ബി മുത്തറക്കിസ അല ദാക്കിറ. മെമ്മറി കേന്ദ്രീകൃതമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ്ഡ് ഓൺ മെമ്മറൈസേഷൻ. കുട്ടികളുടെ മെമ്മറിയെ, അവർക്ക് ഓർത്തെടുക്കാനുള്ള കഴിവിനെ അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഓപ്ഷൻ സി ടു അക്കദു മുഷാറക്ക ജമീ ഉദ്ദാരിസീൻ. എന്ത് വേണം? എല്ലാ പഠിതാക്കൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ കുട്ടികളോട് ഒരു 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ ആ 40 കുട്ടികൾക്കും ആ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യമായിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും, മറ്റു പല വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുണ്ടാകും.
അപ്പോൾ അവരൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ളൊരു ചോദ്യമായിരിക്കണം. എല്ലാവർക്കും എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരിക്കണം. ഓപ്ഷൻ ഡി യഖ്ദിറു മലക്കാത്തു തഫ്കീർ, വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെ മാനിക്കണം. അതായത് കുട്ടികളുടെ ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്കൊരു ചിന്താശേഷി ഉണ്ടാകുമല്ലോ. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടിയോട് ഒരു 12ാം ക്ലാസ്സിൽ ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ചിന്താശേഷിയെ മാനിച്ചു കൊണ്ടുള്ള ചോദ്യമായിരിക്കണം. അപ്പോൾ ഇവിടെ മിൻ മുവാസഫാത്തി അൽ അസ്ഇലത്തിൽ ജയ്യിദ, നല്ലൊരു ചോദ്യത്തിൻ്റെ സവിശേഷതയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. മുതറക്കിസ അല ദാക്കിറ, മെമ്മറിയെ, കുട്ടികളുടെ മെമ്മറിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാകുക എന്ന് പറയുന്നത് ഒരു നല്ല ചോദ്യത്തിൻ്റെ സവിശേഷതയല്ല. അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇങ്ങനെ കാണാപാഠം പഠിച്ചത് ഉത്തരം എഴുതുന്ന രൂപമാകുമ്പോൾ എന്താണ്, അവിടെ ചിന്താശേഷിയോ കുട്ടിയുടെ സർഗാത്മകത കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള അവസരം ഉണ്ടാവില്ലല്ലോ. കാരണം അതെന്താണ് ഒരു കാര്യം ജസ്റ്റ് കാണാതെ പഠിച്ച് എഴുതുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിനൊരു നല്ല ചോദ്യം എന്ന് നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. 142ാമത്തെ ക്വസ്റ്റ്യൻ, ലൈസ മിനൽ വസായിലിൽ ബസരിയ. നമുക്കറിയാം, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പഠിക്കും. വസായിലുൽ ബസരിയ, വസായിലു സംഇയ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. വസായിലുൽ ബസരിയ പറഞ്ഞാൽ വിഷ്വൽ എയ്ഡ്, വസായിലുൽ സംഇയ പറഞ്ഞാൽ ഓഡിയോ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന ആ രൂപത്തിലുള്ള ടീച്ചിങ് എയ്ഡുകൾ. ഇതിന് രണ്ടിനും പറ്റുന്ന മൾട്ടിപ്പിൾ, അതായത് മൾട്ടിമീഡിയ പോലെയുള്ള എല്ലാത്തിനും പറ്റുന്ന, കാണുവാനും കേൾക്കുവാനും പറ്റുന്ന ആ തരത്തിലുള്ള വിഷ്വൽ ആൻഡ് ഓഡിയോ, ഈ രൂപത്തിലുള്ള ടീച്ചിങ് എയ്ഡുകളൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൈസ മിനൽ വസായിലിൽ ബസരിയ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് മാത്രം വസായിലുൽ ബസരിയ, അതൊരു വിഷ്വൽ എയ്ഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏതാണ്? നോക്കാം ഓപ്ഷനുകൾ. അൽ ഖറായിത്ത്, ഖറായിത്ത് എന്ന് പറഞ്ഞാൽ മാപ്പുകൾ, മാപ്പ് നമുക്ക് വിഷ്വൽ എയ്ഡാണ് അല്ലേ. മിദിയ, സ്കൂൾ റേഡിയോ. ലായിഹാത്ത്, ലായിഹാത്ത് എന്ന് പറഞ്ഞാൽ സൈൻ ബോർഡുകൾ, കുട്ടികളെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അത്തരം ചാർട്ടുകളും ബോർഡുകളൊക്കെയാണ്. അസബൂറ, ബ്ലാക്ക് ബോർഡ്. ഇതിൽ മിദിയായി എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് നമുക്കതൊരു ബസരിയാട്ടി വിഷ്വൽ എയ്ഡായിട്ട് മാത്രം പറയാൻ പറ്റുമോ? അത് ഒരു ഓഡിയോ എയ്ഡാണ് അല്ലേ. അതായത് നമുക്കതൊരു സംഇയയിൽ പെട്ടതാണ്. അൽ വസായിലു സംഇയ, അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ് സ്കൂൾ റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷന് ബി ആണ്. ബാക്കി 3 നമുക്ക് കാണാൻ പറ്റുന്ന ടീച്ചിങ് എയ്ഡ് മാത്രമാണ് അല്ലേ. 143ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ മിനൽ ആത്തിയ അബ്സത്തു തുർക്കു തദ്രീസ്. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. ഏറ്റവും ലളിതമായ ടീച്ചിങ് മെത്തേഡ്. ഓപ്ഷൻ എ ത്വരീഖത്തുൽ മുഹാദറ. ത്വരീഖത്തുൽ മുഹാദറ എന്ന് പറഞ്ഞാൽ ലെക്ചറിങ് മെത്തേഡ്. ത്വരീഖത്തുൽ മുഹാദറക്ക് ത്വരീഖത്തുൽ ഇൽക്കാ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ത്വരീഖത്തു ഇസ്തിക്ഷാഫിയ. എന്താണ് ത്വരീഖത്തു ഇസ്തിക്ഷാഫിയ എന്ന് പറഞ്ഞാൽ? ഡിസ്കവറി മെത്തേഡ്, കണ്ടെത്തൽ പഠനം. ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ, ഇൻഡക്റ്റീവ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ്. ത്വരീഖത്തുൽ മുബാഷറ, ഡയറക്റ്റ് മെത്തേഡ്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തൊരു ടീച്ചിങ് മെത്തേഡാണ്. കുട്ടികൾക്ക് കാര്യമായിട്ടൊന്നും അതിലെന്തില്ല ഇൻവോൾവിങ് ഒന്നുമില്ല. അതേതാണ്? ഓപ്ഷൻ എ ആണല്ലേ. അതായത് ലെക്ചറിങ് മെത്തേഡ്. ലെക്ചറിങ് മെത്തേഡിൽ ജസ്റ്റ് അധ്യാപകൻ കുട്ടികളിലേക്ക് ഇൻഫർമേഷൻ കൈമാറുള്ളൂ. പക്ഷെ കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള പങ്കാളിത്തമൊന്നും ലെക്ചറിങ് മെത്തേഡിൽ ലഭിക്കുന്നില്ല. മാത്രമല്ല അധ്യാപകന് കൂടുതൽ കാര്യമായിട്ടുള്ള ഒരു ഒരുക്കമൊന്നും ഇതിന് ആവശ്യമായും വരുന്നില്ല. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ത്വരീഖത്തുൽ മുഹാദറ, ലെക്ചറിങ് മെത്തേഡാണ്. 144ാമത്തെ ക്വസ്റ്റ്യൻ, മിസാലുൻ ലി തഖ്തീത്തി ബഈദുൽ മുദ. മിസാൽ, ഒരു ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ലി തഖ്തീത്തി, തഖ്തീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ്. ലി തഖ്തീത്തി ബഈദുൽ മുദ. ബഈദുൽ മുദ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടൈം. ഖസീറുൽ മുദ എന്ന് പറഞ്ഞാൽ
ഷോർട്ട് ടേം. അപ്പോൾ ലോങ് ടേം പ്ലാനിനുള്ള ഒരു ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ, ടീച്ചിങ് പ്ലാനുകൾ തയ്യാറാക്കും. ഒരു യൂണിറ്റ് പഠിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടാകും, ഒരു ലെസൺ പഠിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടാകും, ഒരു വർഷത്തേക്ക് മുഴുവനുമായിട്ടുള്ള പ്ലാൻ ഉണ്ടാകും, അല്ലേ? ഇങ്ങനെയൊക്കെ പ്ലാനുകൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോങ് ടേം പ്ലാനാണ്. ബഈദുൽ മുദ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബഈദുൽ മുദക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ അൽ ഖുത്തത്തുൽ യൗമിയ. ഖുത്തത്തുൽ യൗമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ പ്ലാനാണ്, ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ട് വരുന്ന പ്ലാനാണ് അൽ ഖുത്തത്തുൽ യൗമിയ. അൽ ഖുത്തത്തു സനവിയ, ഇയർലി പ്ലാൻ. ഖുത്തത്തു ദർസ്, ഒരു പാഠത്തിന് വേണ്ടി ഒരു ലെസൺ പ്ലാൻ, ഒരു ലെസൺ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാൻ. ഖുത്തത്തുൽ വഹദ എന്ന് പറയുന്നത് ഏതാണ്? യൂണിറ്റ് പ്ലാൻ. അപ്പോൾ ഇതിൽ ഏതാണ് ഒരു ലോങ് ടൈം പ്ലാൻ എന്ന് പറയുന്നത്? ഓപ്ഷന് ബി ആണ് കറക്റ്റ് ആൻസർ, അല്ലേ? വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. 145ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ മാ യുനാസിബു ലി ഇക്തിസാബിൽ ലുഗ. ഇഖ്തർ, തിരഞ്ഞെടുക്കുക, മാ യുനാസിബു എന്ന് പറയുമ്പോൾ യോജിക്കുന്നതാണ് കേട്ടോ. മാല യുനാസിബു, മാ യുനാസിബു എന്നെല്ലാം പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വായിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇഖ്തർ മാ യുനാസിബു, യോജിക്കുന്നതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ലി ഇക്തിസാബിൽ ലുഗ, ഭാഷാ സമ്പാദനവുമായി ബന്ധപ്പെട്ട്, ഭാഷ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഏതാണ് ഓപ്ഷനുകൾ? നമുക്ക് നോക്കാം. മുറക്കസുൻ അലൽ മുദരിസ്, ഭാഷാ സമ്പാദനം എന്ന് പറയുന്നത് അധ്യാപകനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ടീച്ചർ സെൻറ്റേർഡാണ്, ടീച്ചർ സെൻട്രിക്കാണ്. ഓപ്ഷൻ ബി മുറക്കസുൻ അല തഅലീമിൽ മാലൂമാത്ത്, ഇൻഫർമേഷൻസ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, കുട്ടികൾക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ സി മുറക്കിസുൻ അലൽ മുഹാദറ എന്ന് പറയുന്നത് എന്താണ്? ലെക്ചറിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി മുറക്കസ് അല ദാരിസ്, പഠിതാവിനെ എന്താണ്? ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്, സ്റ്റുഡൻറ് സെൻറ്റേർഡാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് ഭാഷാ സമ്പാദനം എന്ന് പറയുമ്പോൾ, കുട്ടികൾക്ക് ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ അധ്യാപകനെ ഫോക്കസ് ചെയ്തിട്ടാണോ ആവേണ്ടത്, അതല്ല വിദ്യാർത്ഥിയെ ഫോക്കസ് ചെയ്തിട്ടാണോ ആവേണ്ടത്? വിദ്യാർത്ഥിയെ ഫോക്കസ് ചെയ്തിട്ടാണ് ആവേണ്ടത്, ഇല്ലേ? കാരണം വിദ്യാർത്ഥിയുള്ള ഭാഷ പഠിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മുറക്കസുൻ അല ദാരിസ്, അത് പഠിതാവിനെ എന്താണ്? കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരിക്കണം, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 146ാമത്തെ ക്വസ്റ്റ്യൻ, അൽ ഖത്തുല്ലദി യതദറബു അലൈഹി തുല്ലാബുൽ മദാരിസിൽ ഇബ്തിദായിയ. അൽ ഖത്ത്, ഹാൻഡ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രൈമറി തലത്തിലെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഖത്ത്, ഹാൻഡ് റൈറ്റിംഗ് രീതി ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം ഒരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പ്രൈമറി തലത്തിലുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പ്രൈമറി തലത്തിലുള്ള ഒരു കുട്ടിയെ പരിശീലിപ്പിക്കാൻ, എഴുത്ത് പരിശീലിപ്പിക്കാൻ ഏത് തരത്തിലുള്ള ഖത്താണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ഖത്തുൻ നസ്ഖ്. ഖത്തുൻ നസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പി റൈറ്റിംഗ്. ഖത്തുൽ റുഖ, ഖത്തുൽ ദീവാനി, ഖത്തുൽ കൂഫി, ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള എഴുത്തിൻ്റെ രീതികളാണ്. കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള എഴുത്ത് രീതികളാണ്. അതുപോലെ തന്നെ പൗരാണികമായിട്ടുള്ള എഴുത്ത് ഇതിൽ വരുന്നുണ്ട്. ഇത്തരം എഴുത്തുകളൊക്കെ തന്നെയാണിത്. നമുക്കറിയാം, അറബി ഭാഷ പല തരത്തിലും എഴുതുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അത്രയ്ക്കും എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഴുത്തിൻ്റെ മറ്റു പല രീതികളാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രൈമറി തലത്തിലെ ഒരു കുട്ടിയെ നമ്മൾ എഴുത്ത് പരിശീലിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? ആർക്കും അറിയാവുന്നതാണ്, കോപ്പി റൈറ്റിംഗ് ആണ്, അല്ലേ? കുട്ടികളെ കോപ്പി റൈറ്റ് കൊടുത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യണത്? അവരെ എന്ത് ചെയ്യണത്? അത് പരിശീലിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഖത്തുൻ നസ്ഖ്, അവർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? എഴുതുന്ന തരത്തിൽ എന്ത് ചെയ്യുക? അവർക്ക് കോപ്പി റൈറ്റിംഗ് കൊടുത്ത് അങ്ങനെ അവരെ പരിശീലിപ്പിക്കലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. 147ാമത്തെ ക്വസ്റ്റ്യൻ, അഖ്താറു അൽ വസായിലു തഅലീമിയ ഹസ്ബ. ഞാൻ ഒരു ടീച്ചിങ് എയ്ഡ്
സെലക്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. അഖ്താറു ഞാൻ തിരഞ്ഞെടുക്കും, അൽ വസായിൽ തലീമിയ ടീച്ചിങ് എയ്ഡ്സിനെ ഞാൻ തിരഞ്ഞെടുക്കും, ഹസ്ബ എന്ത് മാനദണ്ഡമാക്കിയിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ മുനാസിബത്തുഹ ലി മാദത്തി തലീമിയ കുട്ടികളെ പഠിപ്പിക്കേണ്ട സബ്ജക്റ്റ് അതിനോട് അനുയോജ്യമായ തരത്തിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുക ടീച്ചിങ് എയ്ഡ് സെലക്ട് ചെയ്യുക. അത് ഏത് വിഷയമാണോ പഠിപ്പിക്കുന്നത് അതിനോട് അനുയോജ്യമായ തരത്തിലുള്ള ടീച്ചിങ് എയ്ഡ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി മുനാസിബത്തുഹ ലി അഹ്ദാഫി ദിറാസ നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഗോള് എന്താണോ കുട്ടികൾക്ക് ലഭിക്കേണ്ടത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനോട് യോജിക്കുന്ന നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് കുട്ടിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക ഞാൻ ടീച്ചിങ് എയ്ഡുകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി മുനാസിബത്തുഹ ലി തുല്ലാബിൽ മുത്തഫവ്വിക്കീൻ. മുത്തഫവ്വിക്കീൻ എന്ന് പറയാൻ എന്താണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ആണ്. അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രൻസിനെ പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പരിഗണിച്ചു കൊണ്ടായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 40 കുട്ടികളുടെ ക്ലാസ്സിൽ ഒരു 10 കുട്ടികൾ നല്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ആണ്. അവർ അത്യാവശ്യം നല്ല കഴിവുള്ളവരാണ്, പ്രതിഭാശാലികളാണ്. അവരെ കണക്കാക്കിയിട്ട് അവർക്കനുസരിച്ചിട്ടുള്ള ടീച്ചിങ് എയ്ഡ് ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. ഇതിലേതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇതിൽ വളരെ സിമ്പിളാണ്. ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ശരിയില്ലേ. അതായത് മുനാസിബത്തുഹ ലി മാദത്തി താലീമിയ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ കുട്ടികൾക്ക് എന്താണോ ലഭിക്കേണ്ടത് എന്ത് ഗോളാണ് അവരിലേക്ക് ലഭിക്കേണ്ടത് അതിനോട് അനുയോജ്യമായിട്ടുള്ളതും ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, എ ആൻഡ് ബി. 148ാമത്തെ ക്വസ്റ്റ്യൻ അൽ ഖത്തുൽ ജയ്യിദ് യതമയ്യസു ബി ഒരു നല്ല ഹാൻഡ് റൈറ്റിംഗ് സവിശേഷമാകുന്നത് എങ്ങനെയാണ്? നല്ലൊരു ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ സവിശേഷത ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് ഈ വിഷയത്തിൽ പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. നമുക്ക് ഓപ്ഷനുകൾ വായിച്ച് നോക്കാം. കിബറുൽ ഹജം അതായത് എഴുത്ത് വലിയ എഴുത്തായിരിക്കുക എന്നുള്ളത് ഒരു നല്ല ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ സവിശേഷതയാണ് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഓപ്ഷൻ ബി സുർഅ നല്ല സ്പീഡ് ഉണ്ടാവുക എന്നുള്ളത്. ഓപ്ഷൻ സി സഗീറുൽ ഹജം എഴുത്ത് വളരെ ചെറുതാവുക. ഓപ്ഷൻ ഡി അത്തനാസുഖ് വൽ ജമാൽ എഴുത്തുകൾക്ക് നല്ല കോർവയും ഭംഗിയും ഉണ്ടാവുക. ഓരോ അക്ഷരത്തിനും അത് അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ വരികയും അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവുകയും ചെയ്യുക. ഏതാണ് ഇവിടെ? വളരെ സിമ്പിളാണ് അല്ലേ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, അത്തനാസുഖ് വൽ ജമാൽ. അക്ഷരങ്ങൾക്കിടയിൽ നല്ലൊരു കോർവയും അതേപോലെ തന്നെ നല്ലൊരു ഭംഗിയും ഉണ്ട് എങ്കിൽ അത് നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 149ാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്തർ മിനൽ ആത്തിയ മാ യുനാസിബു ബിൽ വസായിത്തിൽ മുതഅദ്ദിദ. ഇഖ്തർ മിനൽ ആത്തിയ താഴെ കൊടുത്തതിൽ നിന്ന് തിരഞ്ഞെടുക്കുക മാ യുനാസിബു ബിൽ വസായിത്തിൽ മുതഅദ്ദിദ. എന്താണ് വസായിത്തിൽ മുതഅദ്ദിദ എന്ന് പറഞ്ഞാൽ? മൾട്ടിമീഡിയ. മൾട്ടിമീഡിയയുമായി കൊണ്ട് യോജിക്കുന്നത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്? ഓപ്ഷൻ എ അൽ ഖറായിത്ത്. ഖറായിത്ത് എന്ന് പറഞ്ഞാൽ മാപ്പുകൾ. ഓപ്ഷൻ ബി അൽ മുജസ്സമാത്ത്. മുജസ്സമാത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ മോഡൽസ്. ഓപ്ഷൻ സി അസബൂറ തഫാഉലിയ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോർഡ്. ഓപ്ഷൻ ഡി അൽ മിദിയാൽ റേഡിയോ, സ്കൂൾ റേഡിയോ. ഇതിൽ മൾട്ടിമീഡിയ നമുക്ക് കാണാനും കേൾക്കുവാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ടീച്ചിങ് എയ്ഡ് ഏതാണ്? അതാണല്ലോ മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. അത് ഇവിടെ ഓപ്ഷൻ സി ആണ് അല്ലേ. വൈറ്റ് ബോർഡുകളാണ്, ഡിജിറ്റൽ ബോർഡുകളാണെന്ത് അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. മറ്റത് ഒന്നും അങ്ങനെയല്ല. ഇവിടെ ഖറായിത്തും അതേപോലെ തന്നെ മുജസ്സമാത്തൊക്കെ എന്താണ്? വിഷ്വൽ എയ്ഡുകളാണ്. എന്നാൽ ഓപ്ഷൻ ഡി മിദിയാ സ്കൂൾ റേഡിയോ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഓഡിയോ സംഇയ്യ കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീച്ചിങ് എയ്ഡിനുള്ള ഉദാഹരണമാണ്. എന്നാൽ ആ സബൂറ തഫാഉലിയ എന്ന് പറയുന്നത് മൾട്ടിമീഡിയക്കുള്ള ഉദാഹരണമാണ്. 150ാമത്തെ ക്വസ്റ്റ്യൻ ലൈസ മിൻ മുവാസഫാത്തി അൽ കിതാബിൽ മദ്രസി അൽ ജയ്യിദ്. അൽ കിതാബുൽ മദ്രസി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കാണ്.
നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കാണ് അൽ കിതാബുൽ മദ്രസി. അതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ് അൽ കുത്തുബുൽ മുക്കറർ. അതാണ് ടെക്സ്റ്റ് ബുക്കിലെ അൽ കുത്തുബുൽ മുക്കറർ എന്ന് പറയുന്നതാണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അൽ കിതാബുൽ മദ്രസി എന്നാണ്. നല്ലൊരു സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ സവിശേഷതയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. യകൂന മുനാസിബൻ ലിൽ അത്ഫാൽ, വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച്, അവരുടെ ബുദ്ധി വൈഭവത്തിനനുസരിച്ചൊക്കെ നിലവാരത്തിനനുസരിച്ച് യോജിക്കുന്നതായിരിക്കണം, കുട്ടികൾക്ക് യോജിച്ചതായിരിക്കണം. ഓപ്ഷൻ ബി അൻ തകൂന സുവറു വറുസൂമു മുലവ്വനൻ, ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുന്ന ചിത്രങ്ങളും വരകളൊക്കെ കളർഫുൾ ആയിരിക്കണം. ചെറിയ കുട്ടികളാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിലുണ്ടാവുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ വരകളൊക്കെ നല്ല കളർഫുൾ ആയിരിക്കണം. ഓപ്ഷൻ സി യഹ്തവി അല മഅലൂമാത്തിൻ കസീറ, അതിൽ ധാരാളം ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, ഒരുപാട് അറിവുകൾ അതിൽ കുത്തി നിറച്ചിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം അറിവുകൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കണം എന്ന്. ഓപ്ഷൻ ഡി ഫുർസത്തുൻ വാഫിറ ലി അൻഷിതത്തി ദിറാസിയ, ആ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ മതിയായ തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കായിരിക്കണം. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ കുട്ടികളോട് യോജിച്ചതായിരിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ തരത്തിലൊക്കെയുള്ള കുട്ടികളാകുമ്പോൾ അതിലെ ചിത്രങ്ങളും എഴുത്തുകളൊക്കെ വരകളൊക്കെ കളർഫുൾ ആവുക എന്നുള്ളത് കുട്ടികൾക്ക് അതൊരു ഇഷ്ടമായിരിക്കും അല്ലേ. അവർക്ക് കൂടുതൽ അതിലേക്ക് അടുക്കുവാനും വായിക്കാനൊക്കെ താല്പര്യമായിരിക്കും. അപ്പോൾ അതും നല്ലൊരു ടെക്സ്റ്റ് ബുക്കിനോട് യോജിക്കുന്നതാണ്. പിന്നെ ഓപ്ഷൻ ഡി ഫുർസ വാഫിറ അൽ അൻഷിത ദിറാസിയ, കുട്ടികൾക്ക് ആവശ്യമായ തരത്തിൽ അതിൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യം അത് ലഭ്യമായിരിക്കണം. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ. അതായത് ഈ പറഞ്ഞ 3 കാര്യങ്ങളില്ലാതെ യഹ്തവി അല മാലൂമാത്തിൻ കസീറ, ഒരുപാട് ഇൻഫർമേഷൻസ് അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം കുട്ടികളെ പരിഗണിച്ച് കൊണ്ടല്ലാത്ത ഒരുപാട് അറിവുകൾ മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റൂല, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണെന്ന് പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് പല ആളുകളും കാണുന്നുണ്ട്. മുമ്പൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ പല കുട്ടികളും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെയാണ് ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ ഇതിൽ രേഖപ്പെടുത്താനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.